Hi dears and welcome to a new video. Central Universities'de PG അഡ്മിഷൻ 2022 ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നടക്കുന്നത് CUET. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CUET എക്സാംസിൽ PG എക്സാംസിൽ നിങ്ങളെ എക്സാമിനേഷൻ പാറ്റേണും എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് CUETയുടെ സൈറ്റാണ് CUET.nta.nic.in, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആസ് വെൽ ആസ് സം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഓൾസോ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു സൈറ്റിൽ ബേസിക് ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ. രജിസ്ട്രേഷൻ ഫോർ CUET PG ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുക. സെക്കൻഡ് പേജിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, അപ്ലിക്കേഷൻ നമ്പർ, മറ്റ് ഡീറ്റെയിൽസും. ഓക്കെ, അപ്പോൾ ന്യൂ അപ്ലിക്കേഷൻ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് കാര്യം കാണാം. CUET എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മീഡിയം ബൈലിംഗുലാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻസ് കാണാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത്, എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാർട്ട് എ, പാർട്ട് ബി, ഫസ്റ്റ് കാറ്റഗറി ഓഫ് എക്സാംസ്, ദാറ്റ് ഈസ് PG QP 01, പിന്നെ 2, 7, 9, 37, 39, 41. ഇത് പേപ്പർ കോഡാണ് കൊടുത്തത്. ഈ പേപ്പർ കോഡിന്റെ കറസ്പോണ്ടിങ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് താഴെ പറയും. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് പേപ്പർ കോഡിന് വരുന്നത് 25 മാർക്സ് ലാംഗ്വേജ് കോംപ്രഹെൻസീവിനും 75 പാർട്ട് ബിയിലെ 75 ക്വസ്റ്റ്യൻസ് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, സയൻസ് എക്സെട്ര ആ ഒരു പാർട്ടിലുമാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 25, 75 എന്നിങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബാക്കി പറയുന്ന PG P02 QP 02 മുതലുള്ളത് വരുന്നത് ഇതേപോലെ തന്നെ പാർട്ട് എ, പാർട്ട് ബി, 25 MCQs ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എക്സെട്ര. പാർട്ട് ബിയിൽ വരുന്നത് നോളേജ്, ഡൊമെയിൻ നോളേജ്, അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡ് 25 മാർക്സ് ലാംഗ്വേജ് കോംപ്രിഹെൻസീവ് വരുന്നുണ്ട്. അതിൻ്റെ 75 മാർക്സ് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സെട്ര, മെയിൻ ഡൊമെയിൻ നിങ്ങളെ ടോപ്പിക്കിനനുസരിച്ച്. പിന്നെ വരുന്നത് PG QP 60 വരുന്നത് ഇതേപോലെ 25 മാർക്സ് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് ഒക്കെ. അതേപോലെ 75 മാർക്സ് നിങ്ങളുടെ ലാംഗ്വേജ് സ്പെസിഫിക് ആയിരിക്കും. PG QP 38 വരുന്നത് 100 മാർക്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലാംഗ്വേജ് കോംപ്രിഹെൻസീവ്, വെർബൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ് എന്നിങ്ങനെ വരും. അതേപോലെ തന്നെ PG QP 40യും ഇതേപോലെ 100 ക്വസ്റ്റ്യൻസ് ആണ്, ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഒരു കോഴ്സ്, ഒരു സ്ലോട്ടിൽ ഒരു കോഴ്സേ വരുന്നുള്ളൂ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. മാർക്കിംഗ് സ്കീം നോക്കാം. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസറിന് 4 മാർക്സ് കിട്ടും. റോങ് ആൻസറിന്, ഇൻകറക്റ്റ് റെസ്പോൺസിന് -1 ആയിരിക്കും പോവുക. ഇനി അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിനൊന്നും മാർക്സ് ഒന്നും തന്നെ ഡിഡക്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PG QP 05 എന്ന് പറയുന്നത് ഏതാണ്? MA ഡിഗ്രി വരുന്നത്. PG QP 36 യോഗ. ഇത് സ്ലോട്ട് വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് PG QP 01 ആ ഓർഡറിലല്ല, സ്ലോട്ട് വൈസ് ആണ്. അപ്പം നിങ്ങളുടെ കറസ്പോണ്ടിങ് സബ്ജക്റ്റിന്റെ കോഡ് ഏതാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ 22-ൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്. ലൈക്വൈസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ 26-ൽ വരുന്നുണ്ട്. ഹിന്ദി 06 ആണ്. എഡ്യൂക്കേഷൻ വരുന്നുണ്ട് 01, 04 ഒക്കെ എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. BEd MEd. You have nanotechnology, material science, etc. at 55, physics 28, zoology 75,
പൊളിറ്റിക്കൽ സയൻസ് 42. ഈ രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒന്ന് ചെക്ക് ചെയ്യുക. ബോട്ടണി 76, കെമിസ്ട്രി 25, ഓക്കെ. സോ ദിസ് ഇസ് ഇറ്റ്. നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് നോക്കുക, അതിനനുസരിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.